നമുക്ക് പാലക്കാട്ടേക്ക് തന്നെ പോകണം. അവിടെ ഇക്ബാലുണ്ട്. പാലക്കാട് ധോണി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി എന്നൊരു വാർത്ത വരുന്നുണ്ട്. ധോണി സെന്റ് തോമസ് നഗറിൽ ഇന്നലെ വൈകിട്ട് 6:30 2 കാട്ടാനകൾ എത്തി. വൈദ്യുതി വേലി തകർത്താണ് ആനകൾ ജനവാസ മേഖലയിൽ എത്തിയത്. ഇക്ബാൽ അറയ്ക്കലുണ്ട്. ഇക്ബാൽ, വീണ്ടും ധോണിയിൽ കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ കാട്ടാന ഇറങ്ങിയതും ജനവാസ മേഖലയിൽ ഇറങ്ങിയതും പാടത്തൊരു യാത്രക്കാരനെ ചവിട്ടിക്കൊന്നതും പ്രഭാത സവാരിക്ക് ഇറങ്ങിയ ഒരാളെ ചവിട്ടിക്കൊന്നതും ഒക്കെ വലിയ വാർത്തയായിട്ട് മാറിയിരുന്നു. ആശങ്കയിലാണോ ജനങ്ങൾ, ഇക്ബാൽ? അരുൺകുമാർ, പാലക്കാട് അല്ലാത്ത മറ്റു ജില്ലക്കാർക്കെല്ലാം ധോണി എന്ന് കേൾക്കുമ്പോൾ ക്രിക്കറ്റ് ഇതിഹാസത്തെയാണ് ഓർമ്മ വരുന്നതെങ്കിൽ പാലക്കാട്ടുകാർക്ക് ധോണി എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വരിക PT7 എന്ന് പറയുന്ന കൊലകൊല്ലിയായിട്ടുള്ള കാട്ടാനയെ കുറിച്ചാണ്. അവിടെ PT7 വനവകുപ്പ് പിടികൂടി കൂട്ടിലാക്കി മരിക്കിയതിനു ശേഷം പിന്നീട് വലിയ രീതിയിൽ ആ മേഖലയിലൊരു ശാന്തതയുണ്ടായിരുന്നു. ആളുകൾക്ക് കൃഷി ചെയ്യാനെല്ലാം വലിയ രീതിയിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴിതാ വീണ്ടും ധോണിയിൽ കാട്ടാനകൾ ഇറങ്ങി ആളുകൾക്ക് വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മായാപുരത്ത് സെന്റ് തോമസ് നഗറിലേക്ക് എല്ലാം കാട്ടാനകൾ കഴിഞ്ഞ ദിവസം എത്തുക 2 കാട്ടാനകളാണ് ആ മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത്. പ്രദേശവാസിയായിട്ടുള്ള സോളമിന്റെ കൃഷിയിടത്തിലേക്ക് കാട്ടാനകൾ എത്തുകയായിരുന്നു. ഇവിടെ കാട്ടാനകൾ എത്തുന്നത് തടയാൻ വേണ്ടി വൈദ്യുതി വേലി ഒരുക്കിയിരുന്നു. ഈ വൈദ്യുതി വേലിയെല്ലാം തകർത്താണ് കാട്ടാനകൾ ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതായാലും ആളുകൾക്ക് വലിയ രീതിയിൽ ഇപ്പോൾ ഒരു പരിഭ്രാന്തിയിലാണ് നാട്ടുകാർ മുഴുവൻ ഉള്ളത്. വനവകുപ്പും RR ടീം ആ സ്ഥലത്തേക്ക് എത്തി പരിശോധന നടത്തി ആനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഇക്ബാൽ. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ധോണി എന്ന് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ അങ്ങനെ ഭയങ്കര ആനശല്യം ഉണ്ടാവുന്ന സ്ഥലമൊന്നുമല്ല. ഇടയ്ക്ക് ഇങ്ങനെ ആന ഇറങ്ങി ഒന്ന് വിരട്ടിയിട്ടൊക്കെ പോകും. പക്ഷേ ധോണിയിൽ നിങ്ങൾ പോയാൽ നല്ലൊരു ട്രക്കിംഗ് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്. അങ്ങനെ ട്രക്ക് ചെയ്ത് മുകളിലേക്ക് കയറുമ്പോൾ അവിടെ ഏറ്റവും മുകളിൽ മനോഹരമായൊരു അരുവിയുണ്ട്. ആ അരുവിയുടെ തീരത്ത് പോയിരുന്നാലുണ്ട്. ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. പോകുന്നവരൊക്കെ പോവുക, കാണുക. ആനയൊക്കെ ഉണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പോയാൽ മതി കേട്ടോ.